ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഷേർബിയസ് ഡ്രൈവ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്രാമേഴ്സ് ഡ്രൈവ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ക്രാമേഴ്സ് ഡ്രൈവിൽ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ കണക്ക് തന്നെ ഷേർബിയസ് ഡ്രൈവിലും ഇറ്റ്സ് ആക്ച്വലി ഓഫ് ടു ടൈപ്സ്. ഇനിഷ്യലി വി വിൽ ബി സ്റ്റഡിങ് അബൌട്ട് കൺവെൻഷണൽ ഷേർബിയസ് ഡ്രൈവ്സ്. ലേറ്റർ വി വിൽ ബി സ്റ്റഡിങ് അബൌട്ട് സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവ്സ്. ഇതാണ് കൺവെൻഷണൽ ഷേർബിയസ് ഡ്രൈവ്സ്. കൺവെൻഷണൽ ഷേർബിയസ് ഡ്രൈവിൻ്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട മോട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ അല്ലെങ്കിൽ വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടർ. നിങ്ങൾക്കറിയാം, ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിതിന് മുമ്പുള്ള 2 സെഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ റോട്ടറി കൺവേർട്ടർ യൂസ് ചെയ്തിട്ട് ഈ മെയിൻ മോട്ടറിൻ്റെ സ്ലിപ്പ് പവറിനെ ഡി സി പവറായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഡി സി പവറിനെ ആയിരിക്കും നമ്മൾ ഈ ഡി സി മോട്ടറിൽ ഫീഡ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡി സി മോട്ടറും ഒരു ഇൻഡക്ഷൻ ജനറേറ്ററും മെക്കാനിക്കലി കപ്പിൾഡ് ആണ്. അപ്പോഴത്തേക്ക് ഡി സി മോട്ടർ റൺ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ ജനറേറ്റർ എ സി പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പവറിനെ നമ്മൾ തിരിച്ച് മെയിൻ ലൈൻസിലോട്ട് അല്ലെങ്കിൽ സപ്ലൈയിലോട്ട് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രാമേഴ്സ് ഡ്രൈവിൽ നമ്മൾ സ്ലിപ്പ് പവർ വെച്ചിട്ട് ഒരു ഡി സി മോട്ടറിനെ ഫീഡ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. ഷേർബിയസ് ഡ്രൈവിൽ നമ്മൾ ആ സ്ലിപ്പ് പവറിനെ തിരിച്ച് വീണ്ടും സപ്ലൈയിലോട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ആണ് ക്രാമേഴ്സ് ഡ്രൈവും ഷേർബിയസ് ഡ്രൈവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. കൺവെൻഷണൽ ക്രാമേഴ്സ് ഡ്രൈവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന സ്ലിപ്പ് പവർ വെച്ചിട്ട് നമ്മൾ ഫൈനലി ഈ ഡി സി മോട്ടറിൽ തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഈ ഡി സി മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ഫീൽഡ് റെഗുലേറ്റർ വേരി ചെയ്യും. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞായിരുന്നു. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ സ്ലിപ്പ് റിങ്സിൽ നിന്ന് നമ്മൾ സ്ലിപ്പ് പവർ എടുത്തിട്ട് ഫൈനലി നമ്മളൊരു ഡി സി മോട്ടറിലാണ് ഫീഡ് ചെയ്യുന്നത്. വേറസ് നമ്മൾ ഈ പഠിക്കുന്ന ഷേർബിയസ് ഡ്രൈവിൻ്റെ കേസിൽ നമ്മൾ ഈ സ്ലിപ്പ് പവർ വെച്ചിട്ട് ഈ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ സ്ലിപ്പ് പവർ നമ്മൾ തിരിച്ച് സപ്ലൈയിലോട്ട് തന്നെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻഡക്ഷൻ ജനറേറ്റർ ഉണ്ട്, റോട്ടറി കൺവേർട്ടർ ഉണ്ട്, ഡി സി മോട്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് വേരി ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഈ കാണിച്ചിരിക്കുന്ന ഡി സി മോട്ടറിൻ്റെ ഫീൽഡ് റെഗുലേറ്റർ ഇവിടെ ഉണ്ട്. ഈ ഫീൽഡ് റെഗുലേറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫീൽഡ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ഡി സി മോട്ടറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുവഴി നമ്മൾ നേരത്തെ പറഞ്ഞ ക്രാമേഴ്സ് ഡ്രൈവിൽ പറഞ്ഞ സെയിം പ്രിൻസിപ്പിൾ തന്നെ. സോ അപ്പോൾ അതുവഴി എനിക്ക് നെറ്റ് എഫക്റ്റിൽ ഈ കാണിച്ചിരിക്കുന്ന വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളും അച്ചീവ് ചെയ്യാൻ പറ്റും. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് ദ പവർ ഇലക്ട്രോണിക്സ്, കൺവെൻഷണൽ ഷേർബിയസ് ഡ്രൈവ് ഈസ് നോട്ട് മച്ച് ഇൻ ടു ദ പിക്ചർ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കൺവെൻഷണൽ ഷേർബിയസ് ഡ്രൈവ്സിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവ്സ് ആയിരിക്കും. The same thing what we mentioned in the case of static Cramer's drive. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം അല്ല ഒരു കണക്ഷൻ ഡയഗ്രാം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട മോട്ടറാണിത്, മെയിൻ മോട്ടർ. 2 കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലായിട്ടൊരു സ്മൂത്തനിങ് ഇൻഡക്റ്റർ, പിന്നെ ഒരു 3 ഫേസ് ട്രാൻസ്ഫോമർ. ആ 3 ഫേസ് ട്രാൻസ്ഫോമർ വഴിയായിരിക്കും പവർ തിരിച്ച് നമ്മൾ സപ്ലൈയിലോട്ട് ഫീഡ് ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്ന 2 കൺവേർട്ടേഴ്സിൽ കൺവേർട്ടർ C1 എന്ന് പറയുന്നത് അത് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യും അറ്റ് സ്ലിപ്പ് ഫ്രീക്വൻസി. ഈ കാണിച്ചിരിക്കുന്ന കൺവേർട്ടർ C2 എന്ന് പറയുന്നത് ഇൻവെർട്ടറായിട്ട് ആക്ട് ചെയ്യും അറ്റ് സപ്ലൈ ഫ്രീക്വൻസി. ഈ 2 കൺവേർട്ടേഴ്സിൻ്റെ ഓപ്പറേഷൻ, കൺവേർട്ടർ C1 റെക്ടിഫയർ ആണെന്നും കൺവേർട്ടർ C2 ഇൻവെർട്ടർ ആണെന്നും എന്നുള്ള ഈ ഓപ്പറേഷൻ സ്വിച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ കൺവേർട്ടർ C1 ചിലപ്പോൾ ഇൻവെർട്ടർ ഓപ്പറേഷൻ ആവാം, C2 റെക്ടിഫയർ ഓപ്പറേഷൻ ആവാം. അത് നമ്മൾ ഏത് സ്പീഡിൽ ആണ് നമുക്ക് ഈ ഷേർബിയസ് ഡ്രൈവിനെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ ഷേർബിയസ് ഡ്രൈവ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് സബ് സിങ്ക്രോണസും സൂപ്പർ സിങ്ക്രോണസ് മോഡ്സ് ഓഫ് ഓപ്പറേഷനും അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു മേജർ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവ്സിന്
രണ്ട് മേജർ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഈ കൺവേർട്ടർ സർക്യൂട്ട്സും അതേ കണക്ക് തന്നെ അവിടെ ആ കൺവേർട്ടറിൽ നമ്മൾ തൈറസ്റ്റേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ തൈറസ്റ്റേറ്റ്സിനെ ടേൺ ഓണും ടേൺ ഓഫും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗേറ്റിംഗ് സർക്യൂട്ട്സ്, ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇനിഷ്യൽ കോസ്റ്റ്, റണ്ണിങ് കോസ്റ്റ് അല്ല, നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. കമ്പാരിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ കമ്പയറിങ് വിത്ത് ദാറ്റ് ഓഫ് ക്രാമേഴ്സ് ഡ്രൈവ് ഇവിടെ ഹൈ ആയിരിക്കും. മറ്റൊരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ ഈ മോട്ടർ, നിങ്ങൾക്ക് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് വെരി മച്ച് ക്ലോസ് ടു, അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ, ഇഫ് യു വിഷ് ടു അച്ചീവ് ദ സ്പീഡ് കൺട്രോൾ വെരി മച്ച് ക്ലോസ് ടു ദ സിങ്ക്രോണസ് സ്പീഡ്. വെരി മച്ച് ക്ലോസ് ടു ദ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുമ്പം സ്ലിപ്പിൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പം സ്ലിപ്പിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്കറിയാം, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFനെ നമ്മൾ ജനറലി SE2 എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ SE2ൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. സ്ലിപ്പിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ SE2ൻ്റെ വാല്യൂ, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ വാല്യൂ, SE2ൻ്റെ വാല്യൂ വളരെ കുറവായിരിക്കും. സോ അത് കാരണം വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ കൺവേർട്ടർ C1ൽ നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ഓപ്പറേഷൻ നിങ്ങൾക്കറിയാം, ചില ഡിവൈസസ് ടേൺ ഓൺ ആവണം. ആ കൺവേർട്ടർ C1ലുള്ള റെക്ടിഫയർ മോഡൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ചില ഡിവൈസസ് ടേൺ ഓൺ ആവണം, ചില ഡിവൈസസ് ടേൺ ഓഫ് ആവണം. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ടേൺ ഓഫ് ആക്കാനായിട്ട് എനിക്ക് രണ്ട് രീതിയിൽ ടേൺ ഓഫ് അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ഉണ്ട്, മറ്റൊന്ന് പറയുന്നത് ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ ഉണ്ട്. സിൻസ് if you are trying to achieve the speed control very much close to the synchronous speed, the value of SE2 is also very small, which is not sufficient to produce the natural commutation in the switching devices. ക്ലിയർ ആണോ? അപ്പോഴത്തേക്ക് SE2ൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് നാച്ചുറൽ കമ്മ്യൂട്ടേഷന് സഫീഷ്യൻ്റ് അല്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെയുള്ള ഡിവൈസസിനെ ടേൺ ഓഫ് ചെയ്യാനായിട്ട് മറ്റൊരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. സോ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പവർ ഇലക്ട്രോണിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ട് സർക്യൂട്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ സർക്യൂട്ട്സ് യൂസ് ചെയ്യണം. സോ ഫർദർ നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. ഇഫ് യു വിഷ് ടു അച്ചീവ് സ്പീഡ് കൺട്രോൾ വെരി മച്ച് ക്ലോസ് ടു സിങ്ക്രോണസ് സ്പീഡ്, അല്ലാത്ത പക്ഷം കുഴപ്പമില്ല, SE2ൻ്റെ മാഗ്നിറ്റ്യൂഡ് സഫീഷ്യൻ്റ് ആയിരിക്കും ടു കോസ് ദ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് ശരിക്കുമുള്ള ഒരു സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവിൻ്റെ സർക്യൂട്ട്. എൻ്റെ മെയിൻ മോട്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. കൺവേർട്ടർ 1 റെക്ടിഫയർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു, കൺവേർട്ടർ 2 ഇൻവെർട്ടർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നു, നമ്മുടെ ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ വഴിയായിരിക്കും നമ്മൾ പവർ തിരിച്ച് സപ്ലൈയിലോട്ട് ഫീഡ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മൾ റോട്ടറിൽ നിന്ന് ത്രൂ സ്ലിപ്പ് റിങ്സ് നമ്മൾ 3 ഫേസ് സപ്ലൈ എടുക്കും. ഡെഫിനറ്റ്ലി ആ വരുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്ലിപ്പ് ഫ്രീക്വൻസി ആയിരിക്കും. ആ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് SE2. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് വെച്ചിട്ട് യു വിൽ ബി ഏബിൾ ടു അച്ചീവ് 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, വൺ അറ്റ് സബ് സിങ്ക്രോണസ് മോഡ് ആൻഡ് ദ അതർ അറ്റ് super synchronous mode. So let's discuss first about subsynchronous mode of operation. In the case of subsynchronous mode of operation, the slip power will be transferred from this rotor to the supply. Okay. Whereas in the case of supersynchronous mode of operation, the slip power will be injected to the slip ring induction motor. Otherwise, the slip power will be injected to this main motor. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ കേസ് 1 സബ്സിങ്ക്രോണസ് മോഡ് ഓഫ് ഓപ്പറേഷൻ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഈ കാണിച്ചിരിക്കുന്ന കൺവെർട്ടർ C1 വിൽ ബി ആക്ടിങ് ആസ് റെക്ടിഫയർ ആൻഡ് കൺവെർട്ടർ C2 വിൽ ബി ആക്ടിങ് ആസ് ഇൻവെർട്ടർ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഫയറിംഗ് ആംഗിൾ മസ്റ്റ് ലൈ ബിറ്റ്വീൻ 0 and 90. വേറെ ഇത് ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫയറിംഗ് ആംഗിൾ മസ്റ്റ് ലൈ ബിറ്റ്വീൻ 90 and 180. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റെക്ടിഫയറിൽ ഇൻവെർട്ടർ മോഡ് ഓഫ് ഓപ്പറേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങളവിടെ ഫയറിംഗ് ആംഗിൾ എന്ന് പറയുന്നത് യു ഹാവ് ടു അഡ്ജസ്റ്റ് ഇറ്റ് ബിറ്റ്വീൻ 90 and 180. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇത് റെക്ടിഫയറും ഇത് ഇൻവെർട്ടറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പ് പവർ
which is in the rotor will be flowing from this rotor to the supply, rotor back to the supply. Clear ആണല്ലോ? ഇനി if you wish to achieve a supersynchronous mode of operation, the slip power has to be injected to the rotor. അപ്പോൾ ആ കേസിൽ നമ്മൾ സ്ലിപ്പ് പവർ നമ്മളിവിടെ ഈ സപ്ലൈയിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ദിസ് വിൽ ബി ആക്ടിങ് ആസ് റെക്ടിഫയർ. അപ്പോൾ ഇതിൻ്റെ ഫയറിംഗ് ആംഗിൾ 0-ക്കും 90-ക്കും ഇടയിലാവും. ദിസ് വിൽ ബി ആക്ടിങ് ആസ് ഇൻവേർട്ടർ. എന്നിട്ട് നമ്മൾ സ്ലിപ്പ് പവർ അറ്റ് സ്ലിപ്പ് ഫ്രീക്വൻസി, നമ്മളത് സ്ലിപ്പ് ഫ്രീക്വൻസിയിൽ എങ്ങനെ അച്ചീവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബൈ കൺട്രോളിങ് ദ സ്വിച്ചിങ് ഓപ്പറേഷൻസ് ഓഫ് ദ 6 തൈറിസ്റ്റേഴ്സ്. ഓക്കെ, നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നു എന്ന് പറയുന്നത് സ്ലിപ്പ് ഫ്രീക്വൻസിയിലായിരിക്കും എനിക്ക് ഔട്ട്പുട്ടിൽ AC വോൾട്ടേജ് കിട്ടുന്നത്. ആ സ്ലിപ്പ് ഫ്രീക്വൻസിയിൽ കിട്ടുന്ന സ്ലിപ്പ് പവർ ആയിരിക്കും ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്ന മെയിൻ മോട്ടറിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ സബ്സിൻക്രോണസ് മോഡ് ഓഫ് ഓപ്പറേഷൻ അച്ചീവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പവർ ഫ്ലോ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന റോട്ടറിൽ നിന്ന് ഈ ട്രാൻസ്ഫോമർ വഴി തിരിച്ച് സപ്ലൈയിലോട്ടായിരിക്കും. വേറെ സൂപ്പർസിൻക്രോണസ് മോഡ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന സപ്ലൈ ലൈൻ വഴി തിരിച്ച് നമ്മുടെ മെയിൻ മോട്ടറിൻ്റെ റോട്ടറിലോട്ടായിരിക്കും. സോ റെക്ടിഫയർ മോഡ് ഓഫ് ഓപ്പറേഷനും ഇൻവെർട്ടർ മോഡ് ഓഫ് ഓപ്പറേഷനും സബ്സിൻക്രോണസ് മോഡിലും സൂപ്പർസിൻക്രോണസ് മോഡിലും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതേതാണോ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ആ കൺവേർട്ടേഴ്സിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ. If you wish to achieve only subsynchronous mode of operation, then instead of using this controlled switches in this rectifier, you can use uncontrolled switches. Uncontrolled switches എന്ന് പറയുമ്പോൾ you will be able to use diodes here because you don't want the power to be transferred back from the supply to the main motor. In the case, if you wish to achieve only subsynchronous mode of operation. ഓക്കെ, സൂപ്പർ സിൻക്രോണസ് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സർക്യൂട്ട് വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സബ്സിൻക്രോണസ് മോഡ് ഓഫ് ഓപ്പറേഷൻ മാത്രം നിങ്ങൾക്ക് അച്ചീവ് ചെയ്താൽ മതിയെങ്കിൽ യു ക്യാൻ യൂസ് ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഇൻസ്റ്റെഡ് ഓഫ് തൈറിസ്റ്റർ ഓർ ഇൻസ്റ്റെഡ് ഓഫ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ഹിയർ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സബ്സിൻക്രോണസ് മോഡ് ഓഫ് ഓപ്പറേഷൻ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയോഡ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗേറ്റിംഗ് സർക്യൂട്ടൊന്നും വേണ്ട, ഗേറ്റിംഗ് സർക്യൂട്ട്. സോ നമുക്ക് മൊത്തത്തിൽ ഇവിടെ എക്കോണമി അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഇവിടെയുള്ള കോസ്റ്റ് കുറയ്ക്കാനും പറ്റും. ഇൻ നെക്സ്റ്റ് സെഷൻ വി ആർ ഗോയിങ് ടു ഡു ദ അനാലിസിസ് ഓഫ് സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് സബ്സിൻക്രോണസ് മോഡ് ഓഫ് ഓപ്പറേഷൻ മാത്രമേ നമ്മളിവിടെ കൺസിഡറേഷനിൽ എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ സബ്സിൻക്രോണസ് മോഡ് ഓഫ് ഓപ്പറേഷൻ മതിയെങ്കിൽ കൺവെർട്ടർ 1-ൽ ഞാൻ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്താൽ മതി, കൺവെർട്ടർ 2-ൽ ഇൻവെർട്ടർ ആയിരിക്കും. സോ ഇവിടെ നോക്കുമ്പോൾ ഈ റെസിസ്റ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, എന്നാലും ഒന്നും കൂടെ പറയാം. ഈ ഇൻഡക്ഷൻ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് ലാർജ് സ്റ്റാർട്ടിങ് ടോർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്ന റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. വൺസ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അത് മാത്രമല്ല സ്റ്റാർട്ടിങ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യുക എന്നൊരു പർപ്പസും കൂടെ ഉണ്ട്. വൺസ് ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്വിച്ച് S1 ഓഫ് ചെയ്യും. അതേ സെയിം ഇൻസ്റ്റൻറ്റിൽ തന്നെ സ്വിച്ച് S2 ഞാൻ ക്ലോസ് ചെയ്യുകയും ചെയ്യും. സോ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കൺവെർട്ടർ C1-ന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്, വേറെ കൺവെർട്ടർ C2-ൽ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തൈറിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു കാര്യം അതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും, ദിസ് വിൽ ബി ഓൾവേസ് ആക്ടിങ് ആസ് എ inverter because this main motor is going to achieve only subsynchronous mode of operation. In the case of subsynchronous mode of operation, the power flow will be from a rotor to the main supply. അല്ലെങ്കിൽ the slip power will be getting transferred from this rotor to this main supply lines. So since there is no supersynchronous mode of operation, there is no power transfer from this supply lines back to the rotor. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഡയോഡ് റെക്ടിഫയറിൻ്റെ ഡയോഡ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽസിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജിനെയാണ് VD1 എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ ഒരു സ്മൂത്തനിങ് ഇൻഡക്ടർ ഉണ്ട്. അത് കണക്കാണ് ഇൻവെർട്ടറിൻ്റെ ടെർമിനൽസ്, ഈ കാണിച്ചിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് ടെർമിനൽസിൽ വരുന്ന വോൾട്ടേജിനെയാണ് നമ്മളിവിടെ
വി ഡി ടു എന്നും മെൻഷൻ ചെയ്യുന്നത്. സോ വി ഡി ഒന്നിൻ്റെയും വി ഡി ടുവിൻ്റെയും റിലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ ആ റിലേഷൻ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആൾറെഡി ഒരു 3 ഫേസ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ റിലേഷൻ അറിയാം. 3 Vm/π അല്ലേ? അതിൽ വി എം എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന, അതായത് ആ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ ലൈൻ വോൾട്ടേജ് വാല്യൂ ആണ്, ലൈൻ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ ആണ് വി എം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ആൾറെഡി പവർ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്കും പറഞ്ഞു തരുവാണ്. എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്തൊന്ന് എഴുതി നോക്കിയാൽ അത്രയും നിങ്ങൾക്ക് തന്നെ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ബിക്കോസ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ഇവിടെ കാണിച്ചിട്ടില്ല. ബട്ട് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ് ഹിയർ. സോ ഒരു ഡയോഡ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഡി സി വോൾട്ടേജ് വി ഡി ഒന്നിനെ നമ്മൾ സാധാരണ രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 3 × വി എം എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന ലൈൻ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് വി എം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 3 Vm/π. ഓക്കെ. സോ നമുക്ക് അവിടെ നിന്ന് ആ വി എമ്മിന് പകരം വി എം എന്നുള്ള ആ ഒരു വാല്യൂ, ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നതിന് പകരം എനിക്ക് അവിടെ √2 × SE2 എന്ന് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. √2 × SE2. SE2 എന്ന് പറയുന്നത് റോട്ടർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ വാല്യൂ ആണ് SE2 എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് SE2 എന്ന് പറയുന്നത് അതിൻ്റെ RMS വാല്യൂ ആണ്. അതിൻ്റെ മാക്സിമം വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ √2 ചെയ്യണം. അപ്പോൾ വി എമ്മിന് പകരം ഞാനിവിടെ √2 × SE2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് SE2. ഓക്കെ. അതെന്ന് പറയുന്നത് അതിൻ്റെ RMS വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് കിട്ടാനായിട്ട് √2 ടൈംസ് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ RMS വാല്യൂ ആൻഡ് മാക്സിമം വാല്യൂ. അപ്പം ആ 3 Vm/π എന്നുള്ള വി ഡി ഒന്നിൻ്റെ ആ റിലേഷനിൽ ആ വി എമ്മിന് പകരം ഞാനിവിടെ √2 SE2 എന്നുള്ള വാല്യൂ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ E2നെ ഇൻ ടേംസ് ഓഫ് സ്റ്റേറ്റർ വോൾട്ടേജിൽ പറയും. അപ്പം നമുക്ക് സ്റ്റേറ്റർ വോൾട്ടേജും റോട്ടർ വോൾട്ടേജും, അല്ലെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ്ങും റോട്ടർ വൈൻഡിങ്ങും ഉള്ള ടേൺസ് റേഷ്യോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റർ വൈൻഡിങ് ടു റോട്ടർ വൈൻഡിങ്ങിലുള്ള ടേൺസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതിനെ നമ്മളിവിടെ N എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിരിക്കുന്ന സ്റ്റെപ്പിൽ 3 × √2 × SE2/π, അതിൽ E2 എന്ന് പറയുന്നതായിരുന്നു, അല്ലെങ്കിൽ SE2 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ റോട്ടർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ലൈൻ ടു ലൈൻ വോൾട്ടേജ്. അപ്പോൾ അതിൽ ആ E2ന് പകരം എനിക്ക് സ്റ്റേറ്റർ സൈഡിലുള്ള ലൈൻ വോൾട്ടേജ് /N എന്ന് എഴുതാൻ പറ്റും. കറക്റ്റ് അല്ലേ? കാര്യം എന്ന് പറഞ്ഞാൽ E2ഉം E1ഉം തമ്മിലുള്ള റിലേഷൻ, E1 എന്ന് പറയുന്നത് സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് E1. ഓക്കെ. ഞാൻ കൊടുക്കുന്ന ആ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ സൈഡിൽ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ആണ് വി ലൈൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്ററിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനെ ഞാനിവിടെ വി ലൈൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുവാണ്. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയിരിക്കുന്ന റിലേഷൻ 3 × √2 × SE2/π എന്നാണ്. ആ റിലേഷനിൽ E2ന് പകരം എനിക്ക് വി ലൈൻ /N. ക്ലിയർ അല്ലേ? വി ലൈൻ /N എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന സ്റ്റേറ്റർ സൈഡിലുള്ള വോൾട്ടേജിൻ്റെ ടേംസിലായിരിക്കും നിങ്ങൾക്ക് ആ റിലേഷൻ കിട്ടുന്നത്. വി ലൈൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റർ സൈഡിൽ കൊടുക്കുന്ന ഇൻപുട്ട് ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ്. അപ്പോൾ വി ലൈൻ /N = N എന്ന് പറയുന്നത് അവിടുത്തെ ടേൺസ് റേഷ്യോ ആണ്. സ്റ്റേറ്റർ വൈൻഡിങ്ങും റോട്ടർ വൈൻഡിങ്ങും തമ്മിലുള്ള ടേൺസ് റേഷ്യോ ആണ് N എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് E2ന് പകരം വി ലൈൻ /N എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ.
അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ റിലേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്യപ്പെടുമെന്ന് ചോദിച്ചാൽ 3 ഇൻറ്റു √2/π ഇൻറ്റു എസ് ഇൻറ്റു വി ലൈൻ ഡിവൈഡഡ് ബൈ എൻ. നിങ്ങളും എൻ്റെ ഒപ്പം എഴുതി വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിലേഷൻ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഫോർമാറ്റിൽ റിലേഷൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ അനാലിസിസ് എപ്പോഴും ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇക്വലൻറ്റ് സർക്യൂട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ നമ്മളെപ്പോഴും അനാലിസിസ് ചെയ്യുന്നത് പെർ ഫേസിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ പെർ ഫേസ് ഇൻപുട്ട് വോൾട്ടേജിനെയാണ് ഞാനിവിടെ വി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ റിലേഷൻ എന്ന് പറയുന്നതിൽ ഇൻ ടേംസ് ഓഫ് അവിടുത്തെ ലൈൻ വോൾട്ടേജിലാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 3√2/π ഇൻറ്റു എസ് ഇൻറ്റു വി ലൈൻ ഡിവൈഡഡ് ബൈ എൻ എന്നാണ്. ഫേസ് വോൾട്ടേജിനെയാണ് നമ്മൾ വി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് ആ ലൈൻ വോൾട്ടേജിനെ ഇൻ ടേംസ് ഓഫ് ഫേസ് വോൾട്ടേജിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ബൈ ഡിഫോൾട്ട്, ഇവിടെ മെൻഷനൊന്നും ചെയ്തിട്ടില്ലാത്ത കാരണം ബൈ ഡിഫോൾട്ട് നമ്മുടെ അവിടെയുള്ള ആ സ്റ്റേറ്റ് വൈൻഡിങ്ങിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷൻ ആയിരിക്കും. സോ ആ വി ലൈനിന് പകരം √3 ഫേസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഫൈനലി നിങ്ങൾക്ക് റിലേഷൻ കിട്ടും 3√2/π ഇൻറ്റു എസ് ഇൻറ്റു √3 ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എൻ. ആ റിലേഷനിൽ നിങ്ങൾ ന്യൂമറേറ്ററിൽ √2ഉം √3യും കൂടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 3√6/π എസ് വി ഡിവൈഡഡ് ബൈ എൻ. അപ്പോഴത്തേക്ക് ഈ കാണിച്ചിരിക്കുന്ന റിലേഷൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കിട്ടി. ഇതിൽ ഈ വി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഇൻപുട്ടിൽ, അതായത് അതിൻ്റെ സ്റ്റേറ്റർ വോൾട്ടേജിൽ കൊടുക്കുന്ന ഫേസ് വോൾട്ടേജ് വാല്യൂ ആണ് ഈ വി എന്നിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഫേസ് വോൾട്ടേജിൻ്റെ ടേംസിൽ നമ്മളിത് എഴുതിയെന്നുള്ളതും ഞാൻ പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള അനാലിസിസ് എല്ലാം പെർ ഫേസിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ എനിക്ക് ഈ റിലേഷനെ ഇങ്ങനെ മാറ്റി എഴുതേണ്ടി വരുന്നത്. അതർവൈസ് നോർമൽ കേസിൽ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഈ VD1ൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് 3Vm/π ആണ്. അതിൽ ആ Vm എന്നുള്ളതിന് പകരമാണ് എനിക്കിവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ റിലേഷൻ എനിക്കിവിടെ മൊത്തത്തിലായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. Vmന് പകരം ഞാനിവിടെ കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. Vm എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി ഇൻപുട്ടിൽ കൊടുക്കുന്ന Vm എന്ന് പറയുന്നത് ആക്ച്വലി ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന ലൈൻ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ ആണ്. അപ്പോഴത്തേക്ക് ഞാനതിനെ ഇൻ ടേംസ് ഓഫ് ആ Vmനെ ഇൻ ടേംസ് ഓഫ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റർ വൈൻഡിങ്ങിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഫേസ് വോൾട്ടേജിൻ്റെ ടേംസിലോട്ട് മാറ്റുമ്പോഴാണ് എനിക്കിവിടെ 3√6/π ഇൻറ്റു SV/n എന്ന റിലേഷൻ കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്സ് നിങ്ങൾ ഒന്ന് എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഒരു തവണയും കൂടെ നിങ്ങൾ കേട്ടിട്ട് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ റിലേഷൻ തന്നെ കിട്ടും. നെക്സ്റ്റ് ഇവിടെയുള്ള ഈ കാണിച്ചിരിക്കുന്ന VD2ൻ്റെ റിലേഷനാണ് എനിക്ക് കിട്ടേണ്ടത്. VD2 എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഒരു ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് റിലേഷനാണ് VD2 എന്ന് പറയുന്നത്. അപ്പം ഇൻവെർട്ടർ നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതൊരു കൺവെർട്ടറാണ്. ആ കൺവെർട്ടർ എന്ന് പറയുന്നത് കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവെർട്ടറാണ്. അപ്പോൾ ഒരു കൺട്രോൾഡ് ബ്രിഡ്ജ് കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് 3Vm/π കോസ് ആൽഫ ആയിരിക്കും. അതിൽ Vm എന്ന് പറയുന്നത് നമ്മൾ ആ കൺട്രോൾഡ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ലൈൻ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് അവിടെ 3Vm/π കോസ് ആൽഫയിൽ ആ Vm എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെയും നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ആ Vmന് പകരം, അതായത് ഇൻപുട്ടിൽ കൊടുക്കുന്ന ആ ലൈൻ വോൾട്ടേജ്, ആ കാണിച്ചിരിക്കുന്ന കൺവെർട്ടറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന ലൈൻ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ, ആ മാക്സിമം വാല്യൂവിനെ പകരം നമ്മളിവിടെ ഇൻ ടേംസ് ഓഫ് ഫേസ് വോൾട്ടേജിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഇവിടെ റിലേഷൻ മോഡിഫൈ ചെയ്യപ്പെടുവാണ്. അതെങ്ങനെയെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതും നിങ്ങളൊന്ന് എഴുതി നോക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ തറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോത്ത് ദിസ് റിലേഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റാൻഡേർഡ് റിലേഷൻ അറിയാം. ഒരു കൺട്രോൾ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് റിലേഷൻ, അതായത് ഒരു കൺട്രോൾ റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിൽ നിങ്ങൾ 3 ഫേസ് സപ്ലൈ കൊടുക്കുവാണ്. അപ്പോൾ ഒരു 3 ഫേസ് സപ്ലൈ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന
ഡി സി വോൾട്ടേജിൻ്റെ സ്റ്റാൻഡേർഡ് റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 3 Vm/π കോസ് ആൽഫ. അതിൽ ആ വി എം എന്ന് പറയുന്നത് നമ്മൾ ആ കൺട്രോൾഡ് കൺവേർട്ടറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന ലൈൻ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് വി എം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അതിനെ ഇൻ ടേംസ് ഓഫ് ആർ എം എസ് വാല്യൂവിൽ എഴുതുമ്പോൾ 3 വി എമ്മിന് പകരം എനിക്ക് √2 വി ലൈൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വേർ വി ലൈൻ ഈസ് ദ ലൈൻ ടു ലൈൻ ആർ എം എസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ കൺവേർട്ടറിൻ്റെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത്, അതായത് ഈ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നിന്നാണ് വരുന്നത്, ആണല്ലോ. ഓക്കെ, അപ്പോഴത്തേക്ക് എനിക്ക് 3 Vm/π കോസ് ആൽഫയ്ക്ക് പകരം ആ വി എമ്മിന് പകരം ഇൻ ടേംസ് ഓഫ് ലൈൻ വോൾട്ടേജിൽ എഴുതുമ്പോൾ 3 √2 വി ലൈൻ ഡിവൈഡഡ് ബൈ പൈ കോസ് ആൽഫ എന്ന് എഴുതാം. അപ്പോൾ അവിടെയുള്ള ഈ കാണിച്ചിരിക്കുന്ന ഇവിടെയുള്ള വരുന്ന ഈ ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ കാണിച്ചിരിക്കുന്ന സെക്കൻഡറിയിൽ നിന്ന് വരുന്ന ലൈൻ വോൾട്ടേജ് ആണ്. അപ്പോഴത്തേക്കും നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് റിലേഷൻ അറിയാം, E2/E1 ഈസ് ഈക്വൽ ടു N2 ഡിവൈഡഡ് ബൈ N1. സോ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ആ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇവിടെ എം ആണ്. സോ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റിലേഷൻ 3 √2 വി ലൈൻ കോസ് ആൽഫ ബൈ പൈ എന്നുള്ള റിലേഷനിൽ ഞാൻ ആ വി ലൈൻ എന്നുള്ള ആ വോൾട്ടേജിനെ ഞാൻ വിത്ത് റെസ്പെക്റ്റ് ടു ഈ സപ്ലൈ വോൾട്ടേജിലോട്ട് മാറ്റുവാണെങ്കിൽ അതവിടെ നിന്ന് മാറിയിട്ട് 3 √2 വി ലൈൻ ഡിവൈഡഡ് ബൈ എം പൈ കോസ് ആൽഫ എന്ന് വരും. 3 √2 വി ലൈൻ ഡിവൈഡഡ് ബൈ എം പൈ കോസ് ആൽഫ എന്ന് നിങ്ങൾക്ക് റിലേഷൻ കിട്ടും. നിങ്ങൾ ആ ലൈൻ വോൾട്ടേജിന് ഇൻ ടേംസ് ഓഫ് ഫേസ് വോൾട്ടേജിൽ എഴുതുമ്പോൾ ആ വി ലൈനിന് പകരം നിങ്ങൾക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും √3 വി ഫേസ്. ഇവിടെ ഫേസ് വോൾട്ടേജിൻ്റെ നേരത്തെ ഇക്വലന്റ് സർക്യൂട്ട് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഫേസ് വോൾട്ടേജിനെ നമ്മളിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വി എന്നായിരിക്കും. സോ ഫൈനലി എനിക്ക് അവിടെ റിലേഷൻ കിട്ടും 3 √2 √3 വി ഡിവൈഡഡ് ബൈ എം പൈ കോസ് ആൽഫ എന്ന് കിട്ടും. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ VD2ൻ്റെ റിലേഷനും കിട്ടുന്നത്. ഓക്കെ, വീണ്ടും പറയുവാണ്, ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് നിങ്ങൾ എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ എനിക്ക് ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം. അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ഈ റെസിസ്റ്റൻസ് വാല്യൂ ഇപ്പം നോക്കണ്ട, അല്ലാതെ ഇതാണ് VD1, ഇതാണ് VD2. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ കാണിച്ചിരിക്കുന്ന ഈ ലൂപ്പിൽ നിങ്ങൾ KVL അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിലേഷൻ ആയിരിക്കും VD1 + VD2 ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആ VD1ൻ്റെയും VD2ൻ്റെയും വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഞാൻ അതിനെ സോൾവ് ചെയ്യുന്നു. അപ്പോൾ അതിനെ സോൾവ് ചെയ്യുമ്പോൾ എനിക്കിവിടെ റിലേഷൻ കിട്ടും S ഈസ് ഈക്വൽ ടു N/M കോസ് ആൽഫ. N/Mന് പകരം എനിക്കിവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേം യൂസ് ചെയ്യാം A. അപ്പോൾ S ഈസ് ഈക്വൽ ടു -A കോസ് ആൽഫ എന്ന് എനിക്കിവിടെ റിലേഷൻ കിട്ടും. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് സ്ലിപ്പിൻ്റെ വാല്യൂ വെരി മച്ച് ക്ലോസ് ടു സിങ്ക്രോണസ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല ഡ്യൂ ടു സം കമ്മ്യൂട്ടേഷൻ ഇഷ്യൂസ്. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടറി അവിടെ അറേഞ്ച് ചെയ്യേണ്ടി വരും. നേരത്തെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞായിരുന്നു. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആൽഫ എന്ന് പറയുന്ന ഈ ഫയറിംഗ് ആംഗിളിൻ്റെ വാല്യൂ ഞാൻ 90 മുതൽ 165 വരെ വേരി ചെയ്യുമ്പോൾ എനിക്ക് ഈ കാണിച്ചിരിക്കുന്ന സ്ലിപ്പിൻ്റെ റിലേഷൻ വേരി ചെയ്യുന്നു എന്ന് പറയുന്നത് 0 to 0.966 A എന്നുള്ള ടേം വരെ ആയിരിക്കും എനിക്ക് ഇവിടെ ഈ സ്ലിപ്പിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഏത് സ്പീഡ് റേഞ്ച് വേണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് ഏത് സ്പീഡ് റേഞ്ചിലായിരിക്കണം എൻ്റെ ഓപ്പറേഷൻ. സബ് സിങ്ക്രോണസിൽ തന്നെ പല സ്പീഡ് റേഞ്ചസിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ സ്പെസിഫിക്കലി ഏത് സ്പീഡ് റേഞ്ചിൽ വേണം നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എയുടെ വാല്യൂ ആയിരിക്കും. എ എന്ന് പറയുന്ന ആൾറെഡി നിങ്ങൾക്കറിയാം A ഈസ് ഈക്വൽ ടു N/M. അപ്പോഴത്തേക്ക് ഇത് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ എയുടെ വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എം എന്ന് പറയുന്നത്
നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് ലോവസ്റ്റ് സ്പീഡിലായിരിക്കും സ്ലിപ്പിന് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു ലോവസ്റ്റ് സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലിപ്പിൻ്റെ മാക്സിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ഡി ഒന്നിൻ്റെ റിലേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വി ഡി ഓൺ എം ഈസ് ഇക്വൽ ടു വി ഇൻറ്റു എസ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ. നോർമൽ കണ്ടീഷനിൽ നമുക്കിവിടെ കിട്ടിയ എസ് വി ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ആ ടേമില്ലേ, ഈ കാണിച്ചിരിക്കുന്ന ടേം, അവിടെ വരുന്ന ആ ലൈൻ വോൾട്ടേജിൻ്റെ ആ ടേം എസ് വി ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ അത് മാക്സിമം കണ്ടീഷൻ്റെ സമയത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വി ഇൻറ്റു എസ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നാവും. അതാണ് എനിക്ക് വി ഡി ഒന്നിന് വരുന്ന മാക്സിമം വാല്യൂ. അപ്പോൾ ആ സ്ലിപ്പിൻ്റെ മാക്സിമം വാല്യൂ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നിന്നുള്ള റിലേഷനിൽ നിന്നറിയാം സ്ലിപ്പിന് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വെൻ ദ ഫയറിംഗ് ആംഗിൾ ആൽഫ ഈസ് 165. അപ്പോഴത്തേക്ക് അത് വെച്ചിട്ട് എനിക്കിവിടെ വി ഡി ടുവിൻ്റെ റിലേഷൻ വി ബൈ എം കോസ് 165 എന്ന് കിട്ടും. വി ഡി ഓൺ എമ്മിൻ്റെ വാല്യൂ ഇത് വി ഇൻറ്റു എസ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. ഈ എസ് മാക്സ് എന്ന് പറയുന്ന സഫിക്സ് അല്ല, വി ഇൻറ്റു എസ് മാക്സ്. ആ മാക്സ് എന്ന് പറയുന്ന എസിൻ്റെ സഫിക്സ് ആണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ബാക്ക് ടു ദ ഓൾഡ് റിലേഷൻ വി ഡി വൺ പ്ലസ് വി ഡി ടു ഈക്വൽ ടു 0 എന്നുള്ള റിലേഷനിൽ ഞാൻ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് എനിക്കിവിടെ എമ്മിൻ്റെ വാല്യൂ കിട്ടും. ഈ എമ്മിൻ്റെ വാല്യൂ ആയിരിക്കണം നിങ്ങളുടെ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോയുടെ വാല്യൂ. അപ്പോൾ നിങ്ങൾ ഈ എമ്മിൻ്റെ വാല്യൂ ഇപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നു ഇൻ സച്ച് എ വേ ദാറ്റ് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ് എമ്മിന് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻവെർട്ടർ ഏറ്റവും ആ കാണിച്ചിരിക്കുന്ന ഡ്രൈവ് അല്ലെങ്കിൽ ആ ഇൻഡക്ഷൻ മോട്ടർ ഏറ്റവും സ്ലോവസ്റ്റ് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യും. അറ്റ് വിച്ച് ഫയറിംഗ് ആംഗിൾ? അറ്റ് ദ മാക്സിമം ഫയറിംഗ് ആംഗിൾ ഓഫ് 165 ഡിഗ്രി. കാര്യം ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ റിലേഷൻ എഴുതി എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോവസ്റ്റ് സ്പീഡ് കണ്ടീഷനിലൊക്കെ മാക്സിമം പവർ ഫാക്ടറിലും അതേ കണക്ക് തന്നെ മാക്സിമം പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി റിയാക്റ്റീവ് പവർ ലോ ആയിരിക്കും ആ ഒരു കണ്ടീഷൻ. അതായത് ഗുഡ് പവർ ഫാക്ടറിൽ നിങ്ങൾക്ക് ലോ സ്പീഡ് അച്ചീവ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഈ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. നേരത്തെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു എസ് വി ബൈ എൻ നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വി ഡി ഒന്നിൻ്റെ ഡെറിവേഷനിൽ ആദ്യം വരുന്ന അവിടുത്തെ വോൾട്ടേജ് എസ് വി ബൈ എൻ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇക്വലന്റ് സർക്യൂട്ടിൽ ഇത് നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഇക്വലന്റ് സർക്യൂട്ടാണ്. ഓക്കെ, സോ ഇവിടെ വി ഡി ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കൺവെർട്ടർ ഒന്നിൻ്റെ ആ ടെർമിനൽ വോൾട്ടേജ്. വി ഡി ടു എന്ന് പറയുന്നത് കൺവെർട്ടർ ടുവിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ആണ്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ഡി സി ലിങ്ക് ഇൻഡക്ടർ ഉണ്ട്. ഒരു സ്മൂത്തനിങ് റിയാക്ടർ എന്നും അതിനെ പറയും. ആ വിത്ത് റെസ്പെക്ട് ടു സ്മൂത്തനിങ് റിയാക്ടർ ആണ് ഞാനിവിടെ ഈക്വലന്റ് സർക്യൂട്ട് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട കാര്യമില്ല. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇവിടെ വി ഡി വൺ വി ഡി ടു, അപ്പം വിത്ത് റെസ്പെക്ട് ടു ആ ഡി സി ലിങ്ക് ഞാനവിടെ ഇക്വലന്റ് സർക്യൂട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഇക്വലന്റ് സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടുന്ന മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് വാല്യൂ എനിക്കിവിടെ അറിയാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിലുള്ള ഡ്രൈവിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഇക്വലന്റ് സർക്യൂട്ടിൻ്റെ റിലേഷനിൽ നിന്ന് നിങ്ങൾക്ക് അവിടെ ആ ഡി സി ലിങ്ക് ഇൻഡക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ അവിടുത്തെ ഡി സി ലിങ്ക് കറണ്ടിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കാം. ഐ ഡി ഇസ് ഈക്വൽ ടു വി ഡി വൺ പ്ലസ് വി ഡി ടു ഡിവൈഡഡ് ബൈ ആ സർക്യൂട്ടിലുള്ള മൊത്തത്തിലുള്ള ഇമ്പിഡൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ഈ റിലേഷൻ നിങ്ങൾ ഇതേ കണക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. കാര്യം പ്രോബ്ലത്തിൽ നമുക്ക് ഈ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് സ്ലിപ്പ് പവറിൻ്റെ റിലേഷൻ നിങ്ങൾക്കറിയാം. സ്ലിപ്പ് പവറിനെ നമ്മൾ ജനറലി എസ് പി ജി എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പി ജി എന്ന് പറയുന്നത് എയർ ഗ്യാപ്പ് പവറാണ്. അപ്പോഴത്തേക്ക് ഞാനിവിടെ റോട്ടർ കോപ്പർ ലോസ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യുവാണ് എങ്കിൽ എസ് പി ജി ഈസിക്കൽ ടു വി ഡി ടു ഇൻറ്റു ഐ ഡി. എങ്ങനെ എസ് പി ജി ഈസിക്കൽ ടു വി ഡി ടു ഇൻറ്റു ഐ ഡി എന്ന് എഴുതിയെന്ന് ചോദിച്ചാൽ എസ് പി ജി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്ലിപ്പ് പവർ. ആ സ്ലിപ്പ് പവറിനെയാണ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് അപ്പോൾ വി ഡി ടു ഇൻറ്റു ഐ ഡി ആണ്. സോ എനിക്ക് അവിടെ റോട്ടറിൽ കോപ്പർ ലോസ് ഒന്നും ഇല്ല എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എസ് പി ജി ഈസിക്കൽ ടു വി ഡി ടു ഇൻറ്റു ഐ ഡി എന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും.
ആ റിലേഷനിൽ നിന്നാണ് എനിക്കിവിടെ പി ജിയുടെ റിലേഷൻ കിട്ടുന്നത്. നിങ്ങൾക്കറിയാം പവർ ഈസിക്കൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിലേഷനിൽ നിന്ന് എനിക്കിവിടെ ടോർക്കിൻ്റെ റിലേഷനും കിട്ടും. അത് വെച്ചിട്ട് എനിക്കിവിടെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പ്ലോട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്തിരിക്കുന്നതിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ആൽഫ ഈസിക്കൽ ടു 90. താഴോട്ട് പോകുന്നതോറും ആൽഫ കൂടിക്കൂടി വരുവാണ്. ആൽഫ 1 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ 2 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ 1. അതവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളവിടെ ആ ഫയറിംഗ് ആംഗിൾ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മോട്ടറിൻ്റെ ടോർക്കിൻ്റെ വാല്യൂ മോട്ടറിൻ്റെ സ്പീഡിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അതായത് സ്ലിപ്പിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും. ഇതാണ് ഇവിടുത്തെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ നിന്ന് നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഒരു കോൺസ്റ്റൻറ്റ് ടോർക്ക് ആപ്ലിക്കേഷൻസിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെ സ്റ്റാറ്റിക് ക്രാമേഴ്സ് ഡ്രൈവ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പവർ ആപ്ലിക്കേഷൻസിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. സോ വിത്ത് ദിസ് വി ഹാവ് കം ടു ദ എൻഡ് ഓഫ് 4th മൊഡ്യൂൾ. ഇതിൽ VD1-ൻ്റെയും VD2-ൻ്റെയും റിലേഷൻ ഞാൻ പറഞ്ഞത് കണക്ക് നിങ്ങൾ എഴുതി നോക്കുക. ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ അടുത്ത ഗൂഗിൾ മീറ്റ് സെഷനിൽ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനത് ഡെറിവേഷൻ ഒരു പേപ്പറിലായിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം മനസ്സിലാക്കുക. ഐഡിയുടെ റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഇക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, പക്ഷേ ഐഡിയുടെ റിലേഷൻ അറിയണം, എന്നാൽ മാത്രമേ അതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്രോബ്ലം ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.